മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പാപങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയുന്ന പരിധിക്കപ്പുറം ഒരേ ഒരു പാപം മാത്രമേ ഉള്ളൂ. കൊലപാതകികൾ, സാത്താൻ ആരാധകർ, വ്യഭിചാരികൾ എല്ലാവർക്കും പാപമോചനം കിട്ടും. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ പഴയ പാപം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ ഒരു പാപം ചെയ്യുന്ന ആളെ തീപ്പൊയ്കയിലിടും. അങ്ങനെയാണെങ്കിൽ ആ പാപം ഏതാണ്? യേശു പറഞ്ഞു എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ ഒരു പാപം ഒഴികെ. ഈ പാപത്തിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. അതവൻ്റെ രണ്ടാമത്തെ മരണമാണ്. ചില ആളുകൾ പറയുന്നത് അത് പലരും ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ചിലർ വ്യാഖ്യാനിക്കുന്നത് സെക്സ്, കൊലപാതകം അല്ലെങ്കിൽ കുട്ടികളെ വേദനിപ്പിക്കുന്നത് ഇതെല്ലാം ആ പാപത്തിൽ ഉൾപ്പെടുന്നു എന്നാണ്. ചിലർ ഡിവോഴ്സ്, അതായത് വിവാഹമോചനം, ആത്മഹത്യ അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ പോലും പറയാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ ആ പാപം ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അത് ഒരു കാരണവശാലും ക്ഷമിക്കപ്പെടില്ലേ? അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടാൻ എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, ക്ഷമിക്കാൻ കഴിയാത്ത ഈ പാപത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപത്തെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരംഭിക്കുന്നത് ഒരു അന്ധനും മൂകനുമായ ഭൂതത്താൽ പിടിക്കപ്പെട്ട ഒരു യുവാവിനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്താണ്. കേൾക്കാനോ കാണാനോ കഴിയാത്ത ഒരു യുവാവിനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു എന്താണ് ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് ജനക്കൂട്ടം നിശബ്ദമായി നോക്കി നിന്നു. യേശു ആ യുവാവിനെ ബന്ധിച്ചിരുന്ന ആ ഭൂതത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. ഭൂതം പെട്ടെന്ന് വിട്ടുപോയി. ആ യുവാവിൻ്റെ കണ്ണു തുറന്നു. അവൻ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അവൻ ആദ്യമായിട്ട് കാണാനും സംസാരിക്കാനും തുടങ്ങി. ഇത് കണ്ട് ജനക്കൂട്ടം ഞെട്ടിപ്പോയി. ഇത് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചു. പക്ഷേ എല്ലാവരും സ്തുതിച്ചില്ല. പരീശന്മാർ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇതെല്ലാം നോക്കി നിന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ അംഗീകരിക്കുന്നതിന് പകരം അവർ പിറുപിറുക്കാൻ തുടങ്ങി. അവർ അവിടെ ഉണ്ടായിരുന്ന ജനത്തിൻ്റെ മനസ്സിനെ യേശുവിനെതിരെ തിരിക്കാൻ നോക്കി. ഈ മനുഷ്യൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. പരീശന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, യേശു ചെയ്ത അത്ഭുതം അത് പൈശാചികമാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തള്ളിപ്പറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയ യേശു അതിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. അത് കേട്ട് എല്ലാവരും ഞെട്ടി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകലവിധ പാപവും ദൈവദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമോ ഒരിക്കലും ക്ഷമിക്കുകയില്ല. അതിനുശേഷം ഈ കാര്യം കൂടെ യേശു കൂട്ടിച്ചേർത്തു, മനുഷ്യപുത്രന് വിരോധമായി സംസാരിക്കുന്നവരോട് അത് ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്നവർക്ക് ഈ യുഗത്തിലും വരാനുള്ള യുഗത്തിലും ക്ഷമ കിട്ടില്ല. പരീശന്മാരുടെ പാപം എന്ന് പറയുന്നത് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും തള്ളിപ്പറഞ്ഞു. അതവർ അറിയായ്മയിലോ ബലഹീനത കാരണമോ ചെയ്തതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. യേശു ചെയ്ത ഈ അത്ഭുതം നല്ല കാര്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനെ അശുദ്ധമാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അത് സാത്താനെ കൊണ്ടാണ് ചെയ്തത് എന്നും പറഞ്ഞു. അവരോ ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യുന്നവരെ മര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിക്കുന്നതുമില്ല. ആത്മാവിനെതിരായ ദൂഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തീപ്പൊയ്കയിൽ ഇടും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല. യേശു ഉദ്ദേശിച്ചത് ഇതല്ല. സത്യത്തിൽ അവർ യേശുവിനെ സാത്താൻ്റെ ആത്മാവിലാണ് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്ന് കുറ്റം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യേശു അവരോട് പറഞ്ഞത് അവർ ആത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു എന്നല്ല. അതിന് പകരം നിങ്ങൾ ആത്മാവിനെതിരെ കുറ്റം അല്ലെങ്കിൽ ദൂഷണം പറയരുത് എന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആത്മാവിനെതിരെ ദൂഷണം പറയരുത് എന്നതിന് യേശു എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഹൂദ നേതാക്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും യേശു സാത്താനിൽ നിന്നല്ല ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. യേശു മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും മറ്റ് പല അത്ഭുതങ്ങൾ ചെയ്യുന്നതും അവർ കണ്ടു. അവർക്ക് തോറ നല്ലവണ്ണം അറിയാം. മശീഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പ്രവചനങ്ങൾ അവരുടെ കൺമുന്നിൽ സംഭവിക്കുന്നുണ്ടെന്ന് പരീശന്മാർക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം പരീശന്മാരിൽ ഒരാൾ യേശുവിനോട് പറഞ്ഞു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ദൈവം കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം നന്നായി അറിഞ്ഞിട്ടും യേശുവിൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനും ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് കാണിക്കാനും വേണ്ടി അവർ മനഃപൂർവ്വം യേശു ചെയ്യുന്നത് ദൈവത്തിൽ നിന്നല്ല സാത്താനിൽ നിന്നാണ് എന്ന് അവർ പറഞ്ഞു. അത് അവർ അറിയാതെ ചെയ്തതല്ല, മറിച്ച് അവർ എന്താണ് ചെയ്തതെന്ന് നന്നായിട്ട് അവർക്ക് അറിയായിരുന്നു. അവർ മനഃപൂർവ്വമാണ് ചെയ്തത്. ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപം ഉണ്ടാകുന്നത് അറിവില്ലായ്മയിൽ നിന്നോ ബലഹീനതയിൽ നിന്നോ ഉണ്ടാകത്തില്ല. ദൈവമില്ലെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾക്കോ ദൈവമുണ്ടോ എന്ന് പോലും ചോദ്യം ചെയ്യുന്നവർക്കോ ഇത് ചെയ്യാൻ കഴിയില്ല.
ബൈബിൾ മനസ്സിലാക്കി മശിഹ അവരുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്ത യഹൂദ നേതാക്കളെ പോലെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അടുത്ത് അറിയാവുന്നവർക്കേ ഈ പാപം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ള ആൾക്ക് മാത്രമേ ഈ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യാൻ പറ്റുള്ളൂ. അത് അറിവില്ലായ്മ, ബലഹീനത അല്ലെങ്കിൽ വഞ്ചിച്ച് ചെയ്യാൻ കഴിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മനോഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എബ്രായർ 10 26-27 വാക്യങ്ങൾ പറയുന്നു, സത്യം വ്യക്തമായി ഗ്രഹിച്ചതിന് ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപനിവാരണത്തിനു വേണ്ടി ഇനിയൊരു യാഗവും അവശേഷിക്കുന്നില്ല. എബ്രായർ 6 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഒരിക്കൽ സത്യം വ്യക്തമായി ഗ്രഹിച്ചിട്ടും സ്വർഗീയദാനം രുചിച്ചറിഞ്ഞ ശേഷവും പരിശുദ്ധാത്മാവിന് സഖിത്വം ഉണ്ടായിരുന്നിട്ടും വിശ്വാസത്യാഗം ചെയ്താൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് നയിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ആദ്യം ബൈബിളിൻ്റെ സത്യത്തെക്കുറിച്ചും ദൈവം നയിക്കുന്ന ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനുശേഷം അവർ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാതെ മനഃപൂർവ്വം അതിനെ നിരസിക്കണം. മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിനും മനസ്സോടെ ചെയ്യുന്ന പാപത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, മനസ്സോടെ ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് അവർ ആ പാപത്തെക്കുറിച്ച് ഒരിക്കലും അനുദപിക്കാനുള്ള മനോഭാവം ഉണ്ടാകില്ല. മനഃപൂർവ്വം ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും ചെയ്യുന്നത് പോലെ അന്ധമായി ചെയ്യുന്നവരല്ല. അവർക്ക് സത്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചും അവർക്കറിയാം. എന്നാൽ അവർ അതിനെ അശുദ്ധമാക്കുന്നു അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നു. തിന്മ ചെയ്യാനായിട്ട് അവൻ അല്ലെങ്കിൽ അവൾ മനഃപൂർവ്വം കാത്തു നിൽക്കുന്നു. മറുവശത്ത് എല്ലാവരും അറിവില്ലായ്മയിലാണ് ചെയ്യുന്നത്. നാം മനസ്സോടെയാണ് പാപം ചെയ്യുന്നതെങ്കിൽ നാം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം, നമുക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാനും കഴിയും. പക്ഷേ അത് ബലഹീനത കാരണമോ അറിവില്ലായ്മയിലോ വഞ്ചിക്കപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ശീലമായത് കൊണ്ടോ ആണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ത്യാഗം മനസ്സിലാക്കി ചെയ്തു പോയ പാപത്തെ ഓർത്ത് അനുദപിച്ചിട്ട് പിന്നെയും ആ പഴയ പാപം മനഃപൂർവ്വം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്. എന്നാൽ അവർ ബലഹീനതയിലാണ് ചെയ്യുന്നത്, എന്നാലും അത് അവർക്ക് ന്യായവിധിക്ക് കാരണമാകുന്നുണ്ട്. റോമർ 7 വാക്യത്തിൽ പൗലോസ് ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. ക്രിസ്തു മരിച്ചത് ഈ പാപത്തിനു വേണ്ടിയാണ്. ഒരു മനുഷ്യൻ പശ്ചാത്താപം ഉണ്ടായിട്ട് ക്ഷമ ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ യേശു വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. സത്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയതിന് ശേഷം ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം വീണ്ടും എൻ്റെ മനസ്സിൽ പശ്ചാത്തപിക്കില്ല എന്ന് തീരുമാനിക്കുന്ന മനഃപൂർവ്വമായ പാപമാണ് ക്ഷമിക്കാൻ കഴിയാത്ത പാപം. ഇങ്ങനെ ചെയ്യുന്ന പാപികൾ ഒരിക്കലും മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളത് തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണിവർ. ന്യായവിധിയിൽ തീപ്പൊയ്കയിൽ വീഴും എന്നുള്ള അനന്തരഫലങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് അവർ അത് മനഃപൂർവ്വം ചെയ്യുന്നത്. എബ്രായർ 10 വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സത്യം വ്യക്തമായി ഗ്രഹിച്ചതിന് ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപനിവാരണത്തിന് വേണ്ടി ഇനിയൊരു യാഗവും അവശേഷിക്കുന്നില്ല. ന്യായവിധിയുടെയും ഉഗ്രകോപത്തിൻ്റെയും ഒരു ഭയാനകമായ പ്രതീക്ഷ മാത്രമേ അവസാനമുള്ളൂ. കാരണം അവർ ദൈവത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ അപമാനിക്കുന്നു. പാപത്തിനെക്കുറിച്ച് ഒരിക്കലും അനുദപിക്കാതെ ക്രിസ്തുവിൻ്റെ രക്തം വേണ്ടെന്ന് വയ്ക്കുന്ന ഈ മനഃപൂർവ്വമായ കാര്യങ്ങളെയാണ് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്നതാണ്, ദൂഷണം പറയുന്നത് പോലെയാണ്. ഇതേപോലെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഈ പാപം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമയം വൈകിട്ടില്ല. ദൈവം കരുണാമയനാണ്. ഇങ്ങനെ മനഃപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് യേശുവിനോട് ക്ഷമ ചോദിക്കുക. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. പുരാതന കാലം മുതൽ ഇന്ന് വരെ ലോകത്തിലെ മിക്കവരും പശ്ചാത്തപിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ളവരും പശ്ചാത്തപിക്കുന്നില്ല. എന്നിരുന്നാലും അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവർ അറിവില്ലായ്മയിലാണ് ഇരിക്കുന്നത്. ആത്മാവിനെതിരായ ദൂഷണം എന്ന് പറയുന്നത് ദൈവം കൃപാലുവാണ്, ക്ഷമിക്കാൻ തയ്യാറാണ്, നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നെല്ലാം അറിഞ്ഞിട്ടും മനഃപൂർവ്വം അതിന് വേണ്ടെന്ന് വയ്ക്കുന്ന അവസ്ഥയെ പറയുന്നതാണ്. ദൈവത്തിൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കണം എന്ന് പോലും മനസ്സിൽ തോന്നാത്ത വ്യക്തികളാണത്. ഇത് ശരിക്കും ഭയാനകമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഈ വീഡിയോ കേൾക്കുന്ന ഈ സമയത്ത് ക്ഷമ ചോദിക്കാൻ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതിനെ കാണിക്കുന്നതാണ്. വൈകിക്കരുത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.